Marxism and Literature essay explanation essay beginning, paragraph wise explanation. Still it will go to another features of Marxism before moving into the essay, but the essay starts with let us begin with the Marx and Engels. എഡ്മണ്ട് വിൽസൺ പറയുന്നത് മാർക്സിനെ എംഗൽസിനെ വെച്ച് തുടങ്ങാമെന്നാണ്. അപ്പം അതിൽ റോൾ അസൈൻഡ് ടു ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഇൻ ദ സിസ്റ്റം ഓഫ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. അപ്പോൾ ഇങ്ങനെയാണ് എസ്സേ ബിഗിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിൽ ഹാവ് ടു ഗോ ടു ദി ഡിസ്കഷൻ ഓൺ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. മാർക്സിയൻ തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഡയലക്റ്റിക് മെറ്റീരിയലിസം. ഇറ്റ് ഹാസ് ടു ബി explained. Only after that we can move to the next discussion on the essay. ഇതുകൊണ്ട് തന്നെ ഒരു വലിയ എക്സ്പ്ലനേഷൻ ഈ പറയുന്ന ഭാഗങ്ങളിൽ വരും. അതായത് മാർക്സിൻ്റെ ഈ തിയറി റിലേറ്റ് ചെയ്യുന്ന മാർക്സിസം തിയറി ബേസ് ചെയ്യുന്ന കുറച്ചുകൂടി ഡീപ്പർ ലെവലിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഡയലക്റ്റിക് മെറ്റീരിയലിസത്തിൻ്റെയും കൂടെ വരുന്നത്. ഡയലക്റ്റിക് മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ദ മാർക്സിസ്റ്റ് തിയറി മെയിൻറ്റെയിൻസ് ദ പ്രയോറിറ്റി ഓഫ് മാറ്റർ ഓവർ മൈൻഡ്. മാറ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സയൻറ്റിഫിക് തിയറി ആണെന്നും ഒരു ഹ്യൂമനിസ്റ്റിക് തിയറി എന്നൊക്കെ പറഞ്ഞാൽ അതിന് കൂടുതലും അതിനൊരു സയൻറ്റിഫിക് നേച്ചറാണുള്ളത്. മൈൻഡിനെക്കാട്ടിലും ഇമോഷണൽ ഇൻ്റലിനേക്കാൾ ഇൻ്റലക്ച്വലി ആണ് അതിൻ്റെ മൂവി. Stressing the material basis of reality as a changing dialectical process of matter and mind. അപ്പോൾ അതിൽ സ്ട്രെസ്സിങ് ദ മെറ്റീരിയൽ ബേസിസ് ഓഫ് റിയാലിറ്റി എന്നാണ്. അപ്പോൾ മെറ്റീരിയൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടെങ്കിൽ സൊസൈറ്റിയിലുള്ള ഈ ഒരു ഇനീക്വാലിറ്റി ആസ് വെൽ ആസ് പ്രോബ്ലംസ്, അതൊരു ഇനീക്വാലിറ്റി മാത്രമല്ല ഈ എക്സ്പ്ലോയിറ്റേഷൻ വരുന്നതും പിന്നെ വീക്ക് ക്ലാസ് റൂളിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ വീക്കർ സെഷനും വരുന്ന റീസൺ എന്ന് പറഞ്ഞാൽ മെയിൻ റീസൺ ഇവർ ഐഡൻറ്റിഫൈ ചെയ്തത് ദ ഡിഫറൻസ് ഇൻ ദിയർ മെറ്റീരിയൽ വെൽത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അവരുടെ കൺസേൺ, ചേഞ്ചിങ് ഡയലക്റ്റിക്കൽ പ്രോസസ് ഓഫ് മാറ്റർ ആൻഡ് മൈൻഡ് എന്നാണ്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ബേസിസ് ഓഫ് റിയാലിറ്റി ആസ് എ ചേഞ്ചിങ് ഡയലക്റ്റിക്കൽ പ്രോസസ് ഓഫ് മാറ്റർ ആൻഡ് മൈൻഡ്. ഇതിൽ മാറ്ററും മൈൻഡ് ആശയ സംഘർഷങ്ങൾ എന്നാണ് ഈ ഡയലക്റ്റിക് മെറ്റീരിയലിസത്തിന് നമ്മൾ വളരെ സിമ്പിൾ ടേംസിൽ പറയും ആശയ സംഘർഷങ്ങൾ. അപ്പോൾ അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് എക്സിസ്റ്റൻസിന് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഇൻ്റലക്ച്വൽ ലൈഫിന് അതുകൊണ്ടാണ് മൈൻഡ് എന്നുള്ളതിനെ കുറവാണ്, അതിന് ഇമ്പോർട്ടൻസ് കുറവാണ്. അതായത് ഇൻ്റലക്ച്വൽ ലൈഫിനെക്കാട്ടിലും ആദ്യം ബേസ് എന്നാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവരുടെ ഡിസ്കഷനിൽ രണ്ടാമതാണ് വരുന്നത്. അല്ലെങ്കിൽ ബേസ് ഡിറ്റർമൈൻ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ ബേസ് ആദ്യം വേണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ബേസ് ഇപ്പം സബ്ജക്റ്റും അതറും പറയുമ്പോൾ സബ്ജക്റ്റ് എന്നുള്ള ടേമിന് തന്നെ ഓൾറെഡി ഇംപ്ലൈഡ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇൻ ദ സെയിം വേ ബേസ് സംവാട്ട് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ബേസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ആണ്, അതിന് മേലെ മാത്രം സൂപ്പർ സ്ട്രക്ചർ. സോ വൺ ഇസ് ഹൈലി ഡിപ്പെൻഡൻ്റ് അപ്പോൺ അതർ. ലേറ്ററാണ് പിന്നീടാണ് ഈ പറയുന്ന തിരിച്ചും ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നുള്ള വാദങ്ങൾ വരുന്നത്. മാർക്സിസം ക്ലാസിക് മാർക്സിസത്തിലെല്ലാം ബേസ് എന്നുള്ളതിന് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ കണ്ടീഷൻ ഓഫ് എക്സിസ്റ്റൻസ് ഗെറ്റ്സ് മോർ ഇമ്പോർട്ടൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാർക്സിസം. പിന്നെ പറയുന്നത് ചേഞ്ച് ഈസ് അസേർട്ടഡ് ടു ബി ദ ഓവർകം ഓഫ് എ ഡയലക്റ്റിക് ബിറ്റ്വീൻ contradictory elements at every level from social revolution to alterations in the composition of matter itself. ഈ ചേഞ്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ചേഞ്ചാണ് അവർക്ക് ആവശ്യം. അവർ പറയുന്നത് യു ക്യാൻ ടോക്ക് അബൌട്ട് some theories, but what is needed is the revolution വേണം. അതിലൂടെ പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വേണമെന്നാണ് മാർക്സിസത്തിൻ്റെ ബിഗിനിങ് ഇറ്റ് സെൽഫ് ദേ ഹാവ് ബീൻ ഹോൾഡിങ് ദാറ്റ് ഐഡിയ. അതെങ്ങനെയാണ് ഈ ചേഞ്ച് വരുന്നതെന്ന് പറയുന്നത് അവർ പറയുന്നത് ഒരു ഇറ്റ്സ് എ ഡയലക്റ്റിക് എന്ന് പറയുന്നതിൽ തന്നെ ഡയലക്റ്റിക് ഒരു മോഷൻ ഐഡിയ ഓഫ് സം കൈൻഡ് ഓഫ് എ മോഷൻ ദാറ്റ് ഈസ് ദർ. ഒരിക്കലും അത് ഒരു ഫിക്സ്ഡ് എൻറ്റിറ്റി അല്ല. അവിടെ ഒരു തരത്തിൽ ചലനത്തിനുള്ള അല്ലെങ്കിൽ ചേഞ്ചിനുള്ള ഒരു എലമെൻറ്റ് ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ഇൻ ദ വേർഡ് ഇറ്റ് സെൽഫ് കോൾഡ് ഡയലക്റ്റിക് ബിറ്റ്വീൻ കോൺട്രാഡിക്ടറി എലമെൻറ്റ്സ്. അതുകൊണ്ടാണ് അതായത് സംഘർഷങ്ങൾ, ആശയ സംഘർഷങ്ങൾ. അതുവരെയും ഐഡിയോളജി ഹാസ് ബീൻ ഇൻ എ വേ പ്രിവെൻറ്റിംഗ് ആക്ഷൻ ഓർ തോട്ട്സ് അറ്റ്ലീസ്റ്റ് ഓൺ ദ പാർട്ട് ഓഫ് ദി ഒപ്രസ്ഡ്, because they thought that this is something natural, that is the exploitation on the part of the
ruling class, or in a way the bourgeois class. They are supposed to enjoy this much of power. അതിൻ്റെ അപ്പുറം അത് നമ്മൾ we are liable to suffer in this way. We are supposed to work for their benefits or their luxuries. ഇപ്പം ഇങ്ങനെയുള്ളൊരു പ്രിജുഡൈസ്, അതുകൊണ്ടാണ് അതവിടെ കോൺട്രാഡിക്ടറി എലമെൻറ്റ്സ് വരുന്നത് വരെയും that movement was not possible. So contradictory elements at every level, from social revolution to alterations in the composition of matter itself. ഇങ്ങനെ ഇതിലൂടെ ഓരോ ലെവലിലും എന്ത് വേണം, സോഷ്യൽ റവല്യൂഷൻസ് വേണം, അതുപോലെ ടു ആൾട്ടറേഷൻസ് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് മാറ്റർ ഇറ്റ്സെൽഫ്. അങ്ങനെ എന്ത് ചെയ്യണം, ഈ മാറ്റർ എന്ന് പറയുന്ന മെറ്റീരിയൽ, ആ റോ മെറ്റീരിയൽ ആയാലും ഇനി ഏത് രീതിയിലും പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാം എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പോസിഷനും എല്ലാം അത് ഡീൽ ചെയ്യുന്ന രീതി മാറണം. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു go for revolution. That is no longer this accumulation of wealth or our hard work and the benefit going to the other sector called the high born or the light class, bourgeois class. അത് ഇനി മുതൽ പറ്റൂല എന്ന് തോന്നണമെങ്കിൽ ആ ചേഞ്ചിന് നമ്മളതിനു വേണ്ടി ഒരു റവല്യൂഷൻ സംഘടിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് കോൺട്രാഡിക്ടറി എലമെൻറ്റ്സ് നമ്മളിൽ വർക്ക് ചെയ്യണം. വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദി ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ്. അതർവൈസ് വി വിൽ ബി ആക്സെപ്റ്റിംഗ് ഈ പറയുന്ന വേജ് ഏർണിംഗ് വർക്കിംഗ് ക്ലാസ് അതുവരെയും ചെയ്തുകൊണ്ടിരുന്ന ഇൻ ദ ലൈറ്റ് ഓഫ് ഫാൾസ് കോൺഷ്യസ്നെസ്, ദറ്റ് ഇസ് ഐഡിയോളജി ഇൻ ടേംസ് ഓഫ് മാർക്സിസം, ദേ ഹാവ് ബീൻ ആക്സെപ്റ്റിംഗ് ദറ്റ് ഫോർ സോ ലോങ്ങർ എ ടൈം. ഇതിൽ മാറണമെന്നാണ്. ഇപ്പോൾ ഡയലക്റ്റിക് ഇസ് ഗവേൺഡ് ബൈ 3 laws. ഡയലക്റ്റിക് എന്ന് പറയുന്ന ആശയം എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, അതിന് 3 laws ഉണ്ട്. എങ്ങനെയാണ് അത് കൊണ്ടുവരാൻ പറ്റുക, ഹൗ ഇറ്റ് ബിക്കംസ് പ്രാക്ടിക്കൽ. അതിൽ ഫസ്റ്റ് ലോ ഇസ് ദ ലോ ഓഫ് യൂണിറ്റി ആൻഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഓപ്പോസിറ്റ്സ്. അതാണ് ഓൾ ഫിനോമിന കൺസിസ്റ്റ് ഓഫ് മ്യൂച്വലി കോൺട്രാഡിക്ടറി എലമെൻറ്റ്സ് ആൻഡ് ദറ്റ് ചേഞ്ച് ഈസ് ദ റിസൾട്ട് ഓഫ് ദിയർ ഇൻറ്റേർണൽ കോൺട്രാഡിക്ഷൻസ്. ഓൾ ഫിനോമിന, അതായത് ഏത് കാര്യത്തിലും ഒരു പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് കൊണ്ടാണ് ചേഞ്ച് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു ലോ. അപ്പോൾ അത് പിന്നെ വരുന്നത് സെക്കൻഡ് വൺ ഇസ് ദ ലോ ഓഫ് ദി ട്രാൻസിഷൻ ഓഫ് ക്വാണ്ടിറ്റി ഇൻറ്റു ക്വാളിറ്റി. അതായത് ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ട് ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള ഒരു ലോ. അത് പറയുന്നത് ഹൗ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഓൾവേസ് ലീഡ് ടു ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്, നമുക്കൊരു ഫിസിക്കൽ സയൻസിൽ നിന്നൊരു എക്സാമ്പിൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ us to go to the next to place it in our context. Movement that unites atoms into molecules. അപ്പോൾ എങ്ങനെയാണ് ആറ്റംസ് ചേർന്നിട്ട് മോളിക്യൂൾസ് ഉണ്ടാവുക? ക്വാണ്ടിറ്റിയാണ് ആദ്യം അധികം ഉള്ളത്, ആറ്റംസാണ് അധികം. പക്ഷേ അത് മോളിക്യൂൾസ് ആകുമ്പോൾ അതിൻ്റെ എണ്ണ അല്ലെങ്കിൽ അതിൻ്റെ മാസ് കൂടും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും ഡിഫറെൻ്റ് ആണ്. ആറ്റംസിനെക്കാട്ടിലും കൂടുതൽ ഫീച്ചേഴ്സും ക്വാളിറ്റിയും ഉള്ളതാണ് മോളിക്യൂൾസ്. അപ്പോൾ അതുപോലെയാണ് അടുത്ത നമ്മൾ സോഷ്യോ ഹിസ്റ്റോറിക്കൽ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യോ ഹിസ്റ്റോറിക്കൽ ലെവൽ, we can take an example of accumulation of capital that eventually destroys the social structures of feudalism. അപ്പോൾ ഇവരുടെ കണ്ണിൽ മാർക്സിസത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ എപ്പോഴും ഫ്യൂഡലിസം നെഗറ്റീവാണ്. അതിനെ റീപ്ലേസ് ചെയ്യുന്ന അതായത് ഈ ഇനീക്വാലിറ്റി റേസ് ചെയ്യുന്ന എന്തും അവർക്ക് അക്സെപ്റ്റബിളാണ്. അവിടെ accumulation of capital, if the working class people also can accumulate capital, if they also, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്യൂഡലിസത്തിൻ്റെ സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ അതേപോലെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദർ ഇസ് എ ന്യൂ സൊസൈറ്റി, എ വെരി ക്വാളിറ്റേറ്റീവ് സൊസൈറ്റി വെർ എവറി ഹ്യൂമൻ ബീങ് ലിവ്സ് ഇൻ എ വെരി പീസ്ഫുൾ മാനർ വിത്ത് all their human rights or enjoying all the rights of being a human. ഇങ്ങനെയാണ് അതിൽ ക്വാളിറ്റേറ്റീവ് ചേഞ്ച്, ഒരു സോഷ്യോ ഹിസ്റ്റോറിക്കൽ ലെവൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡയലക്റ്റിക് ലോ. ഡയലക്റ്റിക്കിൻ്റെ രണ്ടാമത്തെ ലോ പറയുന്നത് അങ്ങനെയാണ്. ആൻഡ് തേർഡ് വൺ ഈസ് ദ ലോ ഓഫ് നെഗേഷൻ ഓഫ് ദി നെഗേഷൻ. നെഗേഷനെ നെഗേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെയും എക്സാമ്പിൾ വെച്ചിട്ടാണ്. ദ എക്സാമ്പിൾ ആൻഡ് അഗെയിൻ ബിഫോർ ദാറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ ബുക്ക് കോൾഡ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് വരുന്ന ആശയമാണ്. സി ദ ലോ ഓഫ് നെഗേഷൻ ഓഫ് ദി നെഗേഷൻ. Every stage in the development of the private ownership of the means of production grows out of its predecessor and negates it. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഒന്ന് വേറിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ അതിന് തൊട്ട് മുന്നുള്ളതിന് അത് നെഗേറ്റ് ചെയ്യും. അതായത് ഇപ്പം 1, 2, 3 ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ
ഈസ് റിപ്ലേസ്ഡ് ബൈ ദ സെക്കൻഡ് വൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്നാമത്തതിനെ നെഗേറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത്തത് വരുന്നത്. ഇനി ഈ രണ്ടാമത്തതിനെ വീണ്ടും വേറൊരാൾ മൂന്നാമതൊരാൾ റീപ്ലേസ് ചെയ്യും. എ ബി സി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ us to ഫസ്റ്റ് വൺ. സി എ ഈസ് റീപ്ലേസ്ഡ് ബൈ ബി. അപ്പോൾ ബി അതിനെ ഒബ്വിയസ്ലി എ നെഗേറ്റ് ചെയ്തുകൊണ്ടാണ് ബി അവിടെ പ്ലേസ്ഡ് ആവുന്നത്. ദെൻ അഗെയിൻ ആഫ്റ്റർ സം ഇയേഴ്സ് ബി ഈസ് അഗെയിൻ റീപ്ലേസ്ഡ് ബൈ സി. അവിടെ ബി എന്ന് പറയുന്നത് നമ്മളൊന്ന് മറ്റേത് വരുമ്പോൾ അവിടെ മറ്റേതിന് ആദ്യത്തതിനെ കംപ്ലീറ്റ് ഇറേസ് ചെയ്തു, മറ്റതിൻ്റെ ഒരു സ്ഥാനം ഉറച്ചു ബി. ബട്ട് സി വരുമ്പം സി എന്ത് ചെയ്യുവാണ്, ബി എയും നെഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നെഗേഷൻ്റെ ഒരു നെഗേഷൻ ആഫ്റ്റർ നെഗേഷനാണ്. ഒരു പ്രിഡിസസറിനെ നെഗേറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയത് വരുന്നത്. ഇറ്റ് ഈസ് ദെൻ നെഗേറ്റഡ് ഇൻ ഇറ്റ്സ് ടേൺ ബൈ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻറ്റേർണൽ കോൺട്രാഡിക്ഷൻസ്. അപ്പോൾ ഒന്ന് മാറാനുള്ള റീസൺ എങ്ങനെയേ വരുള്ളൂ, അതിൻ്റെ ഇൻറ്റേർണലി കോൺട്രാഡിക്ഷൻസ് വരുമ്പോഴാണ്. ഇഫ് എവറിത്തിങ് ഈസ് ഫൈൻ, അങ്ങനെയാണ്. ഇപ്പോൾ യുട്ടോപ്യനിസം നമ്മൾ പറയുമ്പോൾ യുട്ടോപ്യൻ ആസ് എൻ ഐഡിയ, അൺലെസ് ആൻഡ് അണ്ടിൽ വി റീഡ് ദ ബുക്ക് വി ഓൾവേസ് യൂസ് ദ ടേം യുട്ടോപ്യൻ and we think that it is something highest of the extremely desirable one. But utopian എന്ന് പറയുന്ന സൊസൈറ്റി എന്നും പറയുന്ന ബുക്കിൽ we can see a lot of things which we never desire, we never can accept at all if it is placed in the context of our living, our society. പക്ഷെ അവിടെ ഒരു മേജർ പാർട്ടിലും എന്താണ്, ദ സിസ്റ്റം ഈസ് ആക്സെപ്റ്റബിൾ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ടേം ടു റെഫർ ടു സംതിങ് ഓഫ് ഹൈലി ഡിസൈറബിൾ ആൻഡ് കവറ്റസ് നേച്ചർ. പക്ഷെ അതിന് നമ്മൾ ഇവിടെ ഇൻറ്റേർണൽ കോൺട്രാഡിക്ഷൻസ് ഹൈ ആവുന്നത് വൺസ് ഇറ്റ് ഈസ് 90-10 ബാലൻസ് പോകുമ്പോഴാണ്. അപ്പോൾ 50-50 ആണെങ്കിൽ പോലും വി ക്യാൻ അഫോർഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ സോഷ്യൽ സിസ്റ്റം. But when it comes down to the level of 90% of problems, internal contradictions, and 10% only stability, then obviously that system is on the verge of destruction. സോ ഇവിടെയാണ് ഈ ഒരു സിസ്റ്റം എങ്ങനെ റീപ്ലേസ്ഡ് ആവുന്നു എന്നുള്ള ലോ ഓഫ് നെഗേഷൻ ഓഫ് നെഗേഷൻ വർക്ക്സ് ഔട്ട് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു റീപ്ലേസ്ഡ് ആവുന്ന സിസ്റ്റംസിന് നോക്കിയാൽ ക്യാപിറ്റലിസം കെയിം ഇൻ ടു ബീയിങ് ബൈ നെഗേറ്റിംഗ് ഓർ ഡിസ്ട്രോയിങ് ഫ്യൂഡലിസം. ആദ്യം ഫ്യൂഡലിസം ആയിരുന്നു, സെർവ്സും അങ്ങനെ സെർവ്ഡുള്ള, പിന്നെ ഫ്യൂഡൽ ലോഡ്സും സെർവ്സും ഉള്ളത്. അവിടെ നിന്ന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസം മുതലാളിത്തത്തിലേക്ക് വന്നു. മുതലാളിത്തം കുറേ കാലം അത് റൂൾ ചെയ്തു. അത് പിന്നെ ആൻഡ് വിൽ ഇൻ ടേൺ അത് എന്ത് ചെയ്യും, അത് ഇറ്റ് വിൽ ബി നെഗേറ്റഡ് ബൈ ദി റൈസ് ഓഫ് സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. ഇനി ഇപ്പം സോഷ്യലിസം കമ്മ്യൂണിസം റൂൾ ചെയ്യുന്നിടത്തും കാണുന്ന കോൺട്രാഡിക്ഷൻസ്, ഇൻറ്റേർണൽ കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവും. എവ്രി വൺ ഈസ് നോട്ട് റിയലി ഹാപ്പി വിത്ത് എവ്രിതിങ് ദാറ്റ് എ സോഷ്യലിസ്റ്റ് ruling can give. Or even when it comes to the party politics and all, many people even അതുകൊണ്ടാണ് political party പോലും divides വരുന്നത്. That's the reason why even we can see divides in political parties. One has many streams because even in turn the people belonging to the ആദ്യം belong ചെയ്യുന്നത് അത് particular streamലായിരിക്കും. All of them will be under the umbrella term of one particular political label. But later on if people അതേപോലെ ഒരു കുറച്ച് ആൾക്കാരായിട്ട് ചെറിയ കാര്യങ്ങളിൽ ഭിന്നതകൾ വരും. സോ ദീസ് കൈൻഡ്സ് ഓഫ് ഇതാണ് ഇവർ പറയുന്ന ഡയലക്റ്റിക്. അതായത് ഒരു ആശയ സംഘർഷങ്ങൾ വരുമ്പോഴിങ്ങനെ ഭിന്നമായിട്ട് പോവുക. അവിടെ തന്നെയാണ് ഒരു ചേഞ്ചിനുള്ള, അതായത് മൂവിങ് ആണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സ്റ്റേഗ്നൻറ്റ്. It's not about you are forming a political party, you are forming a movement, or you are giving a theory and all the followers equally going on with that even after years. ആ ഡിസ്കോഴ്സിൽ ഇങ്ങനെ കൊല്ലം ഒക്കെയല്ല. അപ്പോൾ അത് നമുക്ക് എല്ലാത്തിലും, it's not just in the context of Marxism. If you take the theory of Freudian psychology എന്ന് പറഞ്ഞാലും ഫ്രോയിഡിൻ്റെ ഫോളോവേഴ്സിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഫ്രോയിഡിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പിന്നെ സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസത്തിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അവരും പറയുന്നത് ഫ്രോയിഡിയൻ എന്ന് പറയുമ്പോഴും മെനി ഓഫ് ദം കെയിം ഇൻ ടു ദ ഫീൽഡ് ഓർ മെയ്ഡ് ദെയർ പൊസിഷൻ claimed their position by opposing most of the ideas of Freud. ലക്കാൻ പോലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഫ്രോയിഡിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന ഐഡിയാസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ദേ ഓൾസോ എവ്രി വൺ ഓഫ് ദം belongs to the area called psychology, psychiatry, സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം. അതുപോലെ തന്നെയാണ് മാർക്സിസത്തിൽ. അപ്പോൾ ഈ ആശയ സംഘർഷങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്.